ഹലോ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതാ ഈ കാണുന്ന ഒരു ഐറ്റം ഒരു വെറൈറ്റി റെസിപ്പിയാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പിയാണ്. അപ്പോൾ ചക്ക സീസൺ ആവുകൊണ്ട് ഒരുവിധം എല്ലാ വീട്ടിലും ചക്ക ഉണ്ടാവില്ലേ. അപ്പോൾ നിങ്ങളെല്ലാവരും പഴുത്ത ചക്ക കിട്ടുന്ന ടൈമിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഭയങ്കര സിമ്പിളായിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ അതാ ഈ ഒരു ചക്ക ഇന്നലെ ഉമ്മ കൊടുത്തയച്ചതാട്ടോ. ഇത് നല്ലോണം ഒന്ന് പഴുത്ത് പോയിട്ടുണ്ട്. ഇത്രയും പഴുക്കാതെ ഒരു മീഡിയം സൈസ് പഴുക്കണ കിട്ടിയാലും ഒന്നുകൂടി നന്നായിട്ടുണ്ടാവും കേട്ടോ ഈ ഒരു റെസിപ്പി. അപ്പോൾ അതാ ഇത്രയും ചക്ക എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അതിൽ കുരുവെല്ലാം കളഞ്ഞിട്ട് രണ്ടായിട്ട് കീറിയെടുക്കുക കേട്ടോ. ഇതുപോലെ 2 പീസായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഈ ഒരു റെസിപ്പി അധികം ഞാൻ ഇതുവരെ ആരും ഉണ്ടാക്കി നോക്കിയതായിട്ട് കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു രസം അറിഞ്ഞാൽ നമ്മൾ വീണ്ടും വീണ്ടും ഇത് തയ്യാറാക്കി നോക്കും കേട്ടോ. ഈ ഒരു റെസിപ്പി നമ്മൾ കഴിക്കുമ്പോൾ പുറത്ത് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഒരു ചെറിയൊരു എരിവോട് കൂടിയിട്ടും ഉള്ളിൽ നമുക്ക് ജ്യൂസി ആയിട്ട് നല്ല സ്വീറ്റായിട്ട് കിട്ടുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. ഇപ്പോൾ ഇതാ ചക്ക എല്ലാം കുരുവൊക്കെ കളഞ്ഞിട്ട് രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കണം. 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക. നിങ്ങൾ ചക്കയുടെ അളവ് കൂട്ടുന്നതിനനുസരിച്ചിട്ട് മൈദയുടെ അളവും കൂട്ടുക കേട്ടോ. ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ചേർത്ത് കൊടുക്കുക. ഇനി ഒരു വലിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഒരു 3-4 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു ചെറിയ ഇഞ്ചി കഷ്ണം ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് മല്ലിയിലയും കൂടിയും കുനുകുനാന്ന് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുക. ഈ ഒരു റെസിപ്പിക്ക് ഒരു ചെറിയൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. നല്ലൊരു മണത്തിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ കായം പൊടിച്ച കൂടി ചേർത്ത് കൊടുത്ത് കൈ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക കേട്ടോ. ഈ മൈദയിൽ ഈ ഉള്ളി മസാലയും കൂടി ഒന്ന് മിക്സാണ് വിധത്തിൽ യോജിപ്പിച്ചെടുക്കുക. ഇതുപോലെ വെള്ളം ചേർക്കുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മൾ നന്നായിട്ട് തന്നെ യോജിപ്പിച്ചെടുത്താൽ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്ന ടൈമിൽ ഇതിലധികം ഓയിലൊന്നും കുടിക്കില്ല. നമ്മൾ മസാല ചേർക്കുന്ന ടൈമിൽ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു മണമായിരിക്കും കേട്ടോ. ഇവിടെ കറിവേപ്പില ഇല്ലാത്തതുകൊണ്ടാണ് ചേർക്കാത്തത്. അപ്പോൾ അതേ ഈ ഒരു വിധത്തിലാണ് നമുക്ക് ബാറ്റർ കിട്ടേണ്ടത്. ഇനിയിപ്പോൾ അതാ ഇതുപോലെ ചട്ടിയിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് നല്ല പോലെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഓരോ കട്ട് ചെയ്ത് വെച്ച ചക്ക പീസ് എടുത്തിട്ട് ഇതേപോലെ മാവിൽ നല്ലതുപോലെ തന്നെ ഒന്ന് മുക്കിയെടുത്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു ഗോൾഡൻ കളറാണ് രീതിയിൽ തിരിച്ചും മറിച്ചും ഇട്ടിട്ടൊന്ന് പൊരിച്ചെടുക്കുക. നിങ്ങൾക്കൊക്കെ ചക്ക കിട്ടുന്ന ടൈമിൽ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. നമ്മൾ ചക്ക വെച്ചിട്ട് അധികം മധുരമുള്ള റെസിപ്പീസ് അല്ലേ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഒരു അടിപൊളി ഒരു ടേസ്റ്റാണ് കേട്ടോ. കഴിക്കുമ്പോൾ തന്നെ നല്ലൊരു പ്രത്യേക തരം ഒരു ടേസ്റ്റാണ്. എരിവും മധുരമൊക്കെ ആയിട്ട് വരുമ്പോൾ നല്ലൊരു രസമാണ്. അപ്പോൾ അതാ തിരിച്ചു മറിച്ചിട്ടിട്ട് ഈ ഒരു കളറായി വരുന്ന രീതിയിൽ മതി കേട്ടോ നമുക്ക്. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് ഇത് കോരിയെടുക്കാം. എന്നിട്ട് ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇതേപോലെ പൊരിച്ചെടുക്കണം. നിങ്ങളെല്ലാവരും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കേട്ടോ. ഒരു ഹാർട്ടെങ്കിലും കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അതാ എല്ലാതും നമ്മൾ ഇതേപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ ഇതുപോലെ പുറത്ത് ഭയങ്കര ക്രിസ്പി ആയിട്ട് ഉള്ളിൽ ജ്യൂസി ആയിട്ട് കിട്ടുന്ന ഒരു റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ.